Welcome students. ഇന്ന് ബിഗ് ലേണിംഗിന്റെ കോച്ചിങ്ങിലൂടെ നമുക്ക് സയന്റിഫിക് ഓഫീസർ ഫിസിക്സിന്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം കേരള PSC ഇപ്പോൾ സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് തസ്തികയിലേക്കുള്ള എക്സാമിനേഷന് കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ സിലബസ് ഫോർ ദി സയന്റിഫിക് ഓഫീസർ ഫോർ ഫിസിക്സ്. സിലബസ് അനലൈസ് ചെയ്യുമ്പോൾ മുൻപ് HSS എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അതല്ല CSIR നെറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളവരാണ് എങ്കിൽ യു ക്യാൻ സി ദ സിലബസ് ഈസ് ഓൾമോസ്റ്റ് സിമിലർ വിത്ത് മാച്ചിങ് വിത്ത് ദി HSST ഫിസിക്സ് ആൻഡ് CSIR നെറ്റ് ഫിസിക്സ്. അപ്പോൾ നിങ്ങൾ MSCയിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ്, അതായത് മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് പോലുള്ള ടോപ്പിക്സുകൾ തന്നെയാണ് ഇത്തരം എക്സാമിനേഷൻസിനും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 10 ചാപ്റ്ററാണ് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് എന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊരു ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും ഈ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള എക്സാമിന് പ്രിപ്പറേഷന് ഇത്തരം അക്കാഡമിയിലുള്ള കോച്ചിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. പ്രിപ്പറേഷൻ മാത്രം പോരാ, നമ്മൾ പഠിച്ചിട്ടുള്ള വസ്തുതകൾ നമുക്ക് ആ ഒരു എക്സാമിനേഷൻ ടൈമിൽ നമുക്ക് ഓർത്തെടുക്കാനും അത് അപ്ലൈ ചെയ്യാനുമായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതാണ് ഇത്തരം എക്സാംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ തിയറി പഠിക്കുന്നു, നമുക്ക് അതിന്റെ ഡെറിവേഷൻസ് അറിയാം, ഡെഫിനിഷൻസ് അറിയാം, നമ്മൾ ഇക്വേഷൻസ് പഠിക്കുന്നു, ആ ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കറിയാം. പക്ഷെ ആ ഒരു തിയറിറ്റിക്കൽ പോർഷനിൽ നിന്ന് വസ്തുതകൾ മനസ്സിലാക്കി ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇത്തരം എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് തരാൻ വേണ്ടി ക്വസ്റ്റ്യൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാനായിട്ടും പരിചയപ്പെടാനായിട്ട് പോകുന്നതും സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന പേപ്പറാണ്, ഈ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് 3 ടോപ്പിക്സുകളാണ്. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ക്രിസ്റ്റൽ, ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് മില്ലർ ഇൻഡിസസ്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് എല്ലാം പഠിച്ച് വരുമ്പോൾ ഇതിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം നിങ്ങളും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ആ നോട്ട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈലൈറ്റർ കൊണ്ടോ വല്ല റെഡ് പെൻ കൊണ്ടോ എല്ലാം മാർക്ക് ചെയ്യുക. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ഈസി ആയിട്ടുള്ള MCQ നമുക്ക് മിസ് ചെയ്യാതിരിക്കാനും ഹെൽപ്ഫുൾ ആവും. അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ ബുദ്ധിമുട്ടുകളുള്ള പോർഷൻസ് എല്ലാം പഠിച്ച് ഈസി ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ടോപ്പിക്ക് വളരെ ഈസി ആണെന്ന് കരുതി അത് കളയണ്ട. ചിലപ്പോൾ ആ ഒരു ഈസി പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഡിസൈഡ് യുവർ റാങ്ക്. ഓക്കെ, അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽസ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ ആൻഡ് മില്ലർ ഇൻഡിസസ്. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റൽസ്? ബിഫോർ ദാറ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ഇസ് എ ക്രിസ്റ്റൽ. അപ്പൊ ക്രിസ്റ്റൽ എന്താണ്? ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾസിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇഫ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഹൈലി ഓർഡേർഡ് മാനർ, ഹൈലി ഓർഡേർഡ് മാനറിൽ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ആകാം അല്ലെങ്കിൽ മോളിക്യൂൾസ് ആകാം. സോ ആറ്റംസ് ഓർ മോളിക്യൂൾസ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ആൻ ഓർഡേർഡ് മാനർ ആർ നോൺ as crystal. Basically they are classified into crystalline nature and second classification is amorphous nature. ക്രിസ്റ്റലൈൻ നേച്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ആറ്റംസ് എല്ലാം വളരെ ഓർഡേർഡ് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേ സമയത്ത് അമോർഫസിൽ വളരെ റാൻഡം ആയിട്ട്, അതായത് ഒരു ഇറഗുലർ പാറ്റേണിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡേർഡ് ഫാഷനിൽ പാർട്ടിക്കിൾസിനെ കോൺസ്റ്റിറ്റ്യൂട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. And again, ആ പാർട്ടിക്കിൾസ് ഏതെല്ലാം രീതിയിലുള്ള പാർട്ടിക്കിൾ ആണോ, according to the types of the particles and the bond between the particles, again the crystals are classified into ionic crystal, metallic crystal,
കോവാലന്റ് ക്രിസ്റ്റൽ ആൻഡ് മോളിക്കുലർ ക്രിസ്റ്റൽ. അപ്പൊ ഏത് പാർട്ടിക്കിൾ ആണ്, അയോൺസ് ആണോ മെറ്റൽസ് ആണോ കോവാലന്റ് ബോണ്ടിങ് ഉള്ള പാർട്ടിക്കിൾസ് ആണോ എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അഗെയിൻ ദ ക്രിസ്റ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു അയോണിക് ക്രിസ്റ്റൽ, മെറ്റാലിക് ക്രിസ്റ്റൽ, കോവാലന്റ് ക്രിസ്റ്റൽ ആൻഡ് മോളിക്കുലർ ക്രിസ്റ്റൽ. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. So first one is about ionic crystal. They are solid consisting of ions which are bound together by the electrostatic attraction. അപ്പോൾ നമ്മളൊരു ക്രിസ്റ്റൽ എടുക്കുകയാണ്. If we are analyzing that crystal and we found that the interaction between the particles is electrostatic in nature. Electrostatic interaction ആണ് എങ്കിൽ they are ionic crystals. And the properties are at high temperature, the ionic crystal diffuse through solids and they conduct electricity. So first property ionic crystal bonding or electrostatic nature. High temperature it starts to conduct electricity and in visible light they are transparent. മാത്രമല്ല example sodium chloride, cesium chloride, zinc blende, woodside structures എല്ലാം ionic crystals example ആണ്. And one more thing, interaction energy, total energy നമ്മൾ പഠിക്കും ഈ ഒരു സോളിഡ് സ്റ്റേറ്റിൽ തന്നെ. അപ്പൊ അതിൽ interaction energy എന്ന് പറയുന്ന ടേമില് ലാർജസ്റ്റ് ടേം വരുന്നത് ഏതാണ്? കൂലംബ് ഇൻട്രാക്ഷൻ. ഓൾറെഡി ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ വരുന്ന ടോട്ടൽ എനർജിയിൽ ഹയസ്റ്റ് എനർജി ടേം ഏതാണ്? കൂലംബ് ഇൻട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇതെല്ലാമാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അയോണിക് ക്രിസ്റ്റൽസ്. അതായത് ബോണ്ടിങ് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് നേച്ചർ ആണ്. And they are formed by ions. High temperature they will start to conduct electricity and they are transparent in visible light. Interaction energy highest term is Coulomb interaction. Examples നന്നായിട്ട് ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് അയോണിക് ക്രിസ്റ്റൽ. രണ്ടാമത് വരുന്നത് മെറ്റാലിക് ആൻഡ് മോളിക്കുലർ ക്രിസ്റ്റൽ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെറ്റാലിക് ക്രിസ്റ്റൽ, എ ക്രിസ്റ്റലൈൻ സോളിഡ് ഇൻ വിച്ച് ആറ്റംസ് ആർ ഹെൽഡ് ടുഗദർ ബൈ മെറ്റാലിക് ബോണ്ട്സ്. അപ്പോൾ മെറ്റാലിക് ബോണ്ട് ആണ് ആറ്റങ്ങൾ തമ്മിലുള്ളതെങ്കിൽ ദേ ആർ കോൾഡ് മെറ്റാലിക് ക്രിസ്റ്റൽസ്. മെറ്റൽസിലും അലോയ്സിലും എല്ലാം കാണാൻ സാധിക്കുന്ന ക്രിസ്റ്റൽസ് ആണ് മെറ്റാലിക് ക്രിസ്റ്റൽസ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ അയോൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, ഇതെല്ലാം അപ്പോൾ മെറ്റൽസ് ആണ്. സോ മെറ്റാലിക് ക്രിസ്റ്റൽസ് ആർ ബേസിക്കലി മെയ്ഡ് ഓഫ്, നമുക്ക് മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മെറ്റാലിക് ക്രിസ്റ്റൽസ് ആയിരിക്കും. മെറ്റാലിക് ബോണ്ട് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് മെറ്റാലിക് ക്രിസ്റ്റൽ. And similarly, molecular crystals are the substances which having relatively weak intermolecular binding. ഏതെല്ലാമാണ് ഫോഴ്സസ്? The cohesive force that bind the molecules together are, examples ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാൻ വാൾ ഫോഴ്സ് ആകാം, ഡൈപോൾ ഇന്ററാക്ഷൻസ് ആകാം. ഇതാണ് മോളിക്യുലാർ ക്രിസ്റ്റലിന്റെ ഒരു സ്ട്രക്ചർ. മെറ്റാലിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ബോണ്ട് കൊണ്ട് ഒരു ആറ്റംസ് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആർ കോൾഡ് മെറ്റാലിക് ക്രിസ്റ്റൽ. വളരെ ഇന്റർമോളിക്യുലർ ഫോഴ്സ് ആണ് ഈ ക്രിസ്റ്റൽസിൽ തമ്മിലുള്ളത് എങ്കിൽ ദേ ആർ മോളിക്യുലാർ ക്രിസ്റ്റൽ. ഡയറക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് മെറ്റാലിക് ആൻഡ് മോളിക്യുലാർ ക്രിസ്റ്റൽ. ഓക്കെ, ഫോർത്ത് ടൈപ്പ് ഇസ് കോവാലന്റ് ക്രിസ്റ്റൽ. ആൻഡ് കോവാലന്റ് ക്രിസ്റ്റൽ എന്തിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? ദേ ആർ ഫോംഡ് ഫ്രം ദ എലമെന്റ്സ് ഓഫ് കോളം third and fourth of periodic table, and they are stronger than the ionic bonds. They are hard, they are brittle, and because of their binding energy they are having high melting and high boiling point. They are having high melting and high boiling point. Examples ഓർത്ത് വെക്കാം. അപ്പൊ 4 ടൈപ്പ് ക്രിസ്റ്റൽസ്: അയോണിക് ക്രിസ്റ്റൽസ്, മെറ്റാലിക് ക്രിസ്റ്റൽസ്, മോളിക്യുലർ ക്രിസ്റ്റൽസ് ആൻഡ് കോവാലന്റ് ക്രിസ്റ്റൽസ്. ഓക്കെ, we can skip to the next topic, that is crystal structure. അപ്പോൾ ക്രിസ്റ്റൽ എന്താണ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് എ റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആൻഡ് പോയിന്റ്സ് ഇൻ സ്പേസ്. അതിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലാറ്റിസ് പോയിന്റ്സ്? ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാം. ആദ്യം സ്പേസിൽ കുറച്ച് പോയിന്റ്സ് വളരെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ദീസ് ആർ പോയിന്റ്സ് ഇൻ സ്പേസ് വിച്ച് ഈസ് അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ മാനർ. ഓക്കെ, ഈ പോയിന്റ്സിൽ ആറ്റം കൊണ്ടുവയ്ക്കുക. ഈ പോയിന്റ്സിൽ ആറ്റം കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ലാറ്റിസ് പോയിന്റ്സ്. ഇതിനെയാണ് ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറയുന്നത്.
Okay, and these lattice are arranged by translation vector. ഇപ്പോൾ 2 dimension ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ലാറ്റിസ് ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ്, ഈ രണ്ട് ലാറ്റിസ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെറ്റ് ഇറ്റ് ബി വെക്ടർ എ ആൻഡ് വെക്ടർ ബി. 3 dimension ആണെങ്കിൽ വെക്ടർ സി. അപ്പോൾ ഏതൊക്കെയായിരിക്കും ട്രാൻസ്ലേഷൻ വെക്ടർ? വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി. ഇത് വേണമെങ്കിൽ നമുക്ക് വെക്ടർ A1, വെക്ടർ A2, വെക്ടർ A3 എന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ലാറ്റിസ് പോയിന്റ്സ് തമ്മിലുള്ള വെക്ടേഴ്സ് ആണ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്ന് പറയുന്നത്. അപ്പൊ ലാറ്റിസ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പേസിലെ പോയിന്റ്സ് റെഗുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യുക, അതിൽ നമ്മൾ ആറ്റം കൊണ്ട് വഹിച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് ലാറ്റിസ് പോയിന്റ്സ്. ഓക്കെ, ഇനി എന്താണ് യൂണിറ്റ് സെൽ എന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു വോൾ എടുത്തു കഴിഞ്ഞാൽ, മതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇഷ്ടികയാണ് അതിനകത്ത് ആദ്യം വെക്കുന്നത്. ഓരോ ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മളൊരു മതിൽ കെട്ടുന്നത്. അപ്പൊ ആ ഒരു മതിലിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടികയാണ്. സിമിലർലി യൂണിറ്റ് സെൽ ആർ ദി ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റൽ. യൂണിറ്റ് സെൽ ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് crystal. Okay. And again, these unit cell are classified into two. First one is primitive cell. Second one is non-primitive cell. First classification of unit cell is primitive cell. Second classification is non-primitive cell. അപ്പോൾ എന്താണ് ബേസിക് ഡിഫറൻസ് എന്നുള്ളത് ഞാൻ ഒന്ന് ഫിഗർ വരച്ച് മനസ്സിലാക്കി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഡ്രോയിങ് എ ലാറ്റിസ് പോയിന്റ്സ്. അപ്പൊ ഞാനൊരു ലാറ്റിസ് പോയിന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ലാറ്റിസ് പോയിന്റ്സ് നമുക്കറിയാം പോയിന്റ്സ് റെഗുലർലി അറേഞ്ച് ചെയ്തിരിക്കുന്നു, ആറ്റംസ് വെച്ചിരിക്കുന്നു. ഞാൻ നോൺ പ്രിമിറ്റീവ് സെല്ലിന് ഞാൻ ലാറ്റിസ് പോയിന്റ്സ് വരച്ചു തരാം, എന്നാലാണ് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Particles are arranged, or lattice atoms are arranged in a periodic manner. Same ഒരു order arrangement ലല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതില് നമുക്ക് I will take another color. Okay, primitive cell. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്രിസ്റ്റൽ, ഒരു യൂണിറ്റ് സെല്ല് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഈ 4 പോയിന്റ്സ് തമ്മിലുള്ള ലാറ്റിസ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഞാനൊരു യൂണിറ്റ് സെല്ല് വരയ്ക്കുകയാണ്. നമുക്ക് ഇവിടെ കോർണേഴ്സിൽ മാത്രമാണ് ആറ്റം. ഈ ഒരു കോർണർ 2, ഈ കോർണേഴ്സിൽ മാത്രമുള്ള ആറ്റം വരുന്ന യൂണിറ്റ് സെല്ലിനെയാണ് പ്രിമിറ്റീവ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു പ്രിമിറ്റീവ് സെൽ എടുത്തു കഴിഞ്ഞാൽ ആ പ്രിമിറ്റീവ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമേ ആറ്റം ഉണ്ടാവുള്ളൂ. ആൻഡ് എഫക്റ്റീവ് നമ്പർ ഈസ് ഈക്വൽ ടു 1. പ്രിമിറ്റീവ് സെൽ. അതേ സമയത്ത് നോൺ പ്രിമിറ്റീവ് സെല്ലാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു യൂണിറ്റ് സെല്ല് വരയ്ക്കുകയാണ്. സി, ഇവിടെ ഈ കോർണേഴ്സിൽ മാത്രമല്ല സെന്ററിലും ഉണ്ട്. ഇത്തരത്തിൽ വരുന്ന യൂണിറ്റ് സെല്ലാണ് നോൺ പ്രിമിറ്റീവ് സെൽ. ഇവിടെ ഇഫക്റ്റീവ് നമ്പർ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ബേസിക് ഡിഫറൻസ് എന്താണ്? പ്രിമിറ്റീവ് സെല്ലില് കോർണേഴ്സിൽ മാത്രമാണ് ലാറ്റിസ് പോയിന്റ്സ് ഉണ്ടാവുക. അതേ സമയത്ത് ഒരു നോൺ പ്രിമിറ്റീവ് സെല്ലില് കോർണേഴ്സിൽ മാത്രമല്ല സെന്റേഴ്സിലും എന്തുണ്ടാവും? ലാറ്റിസ് പോയിന്റ്സ് ഉണ്ടാവും, ആറ്റംസ് ഉണ്ടാവും. അപ്പൊ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സെല്ലില് 1 ആയിരിക്കും, നോൺ പ്രിമിറ്റീവ് സെല്ലിൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഈ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. Okay, let us move to next topic. It is 2-dimensional lattice. നിങ്ങൾ 3-dimensional lattice പഠിച്ചിട്ടുണ്ടാവും. Let me show that. നിങ്ങൾക്കറിയാം ക്യൂബിക് സിസ്റ്റം ഉണ്ട്. അതിന്റെ പാരാമീറ്റർ എന്താണ്? A equal to B equal to C. ABC എന്താണ്? 3 സൈഡ്സ് ആണ്. ഒരു ക്യൂബിന്റെ 3 സൈഡ്സ് ABC. 3 ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ. So what is the value for cubic system? It is A equal to B equal to C and alpha equal to beta equal to gamma equal to 90 degree. 3 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാം. സിമ്പിൾ ക്യൂബ് ഉണ്ട്, BCC എന്ന് പറഞ്ഞാൽ ബോഡി സെന്റേർഡ് ക്യൂബ് ഉണ്ട്, നമ്മൾ അടുത്തൊരു ടോപ്പിക് അതാണ്. FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെന്റേർഡ് ക്യൂബ് ഉണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത് ക്യൂബിക് സിസ്റ്റത്തിന്റെ മാത്രമാണ്. രണ്ടാമത്തത് ടെട്രഗണൽ ആണ്. അതിന്റെ വാല്യൂസ് എന്താണ്? A equal to B not equal to C, ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ B നോട്ട് ഈക്വൽ ടു C, ബാക്കിയെല്ലാം സെയിം ആണ്. സിമ്പിൾ ക്യൂബ് ആൻഡ് ബോഡി സെന്റേർഡ് ഉണ്ട്.
മൂന്നാമത്തേത് ഓർത്തോറോംബിക് ആണ്. നോക്കി, ഇവിടെ സൈഡ്സ് മൂന്നും അൺഈക്വൽ ആണ്, ആംഗിൾസിന് വ്യത്യാസമൊന്നുമില്ല. 4 രീതിയിൽ സിമ്പിൾ ക്യൂബ് ഉണ്ട്, ബോഡി സെന്റേർഡ് ക്യൂബ് ഉണ്ട്, ഫേസ് സെന്റേർഡ് ക്യൂബ് ഉണ്ട്. ECC എന്ന് പറഞ്ഞാൽ എൻഡ് സെന്റേർഡ് എന്നാണ്, എൻഡ് സെന്റേർഡ് ക്യൂബിക് സിസ്റ്റം. റോംബോഹെഡ്രയിൽ A = B = C, ആംഗിൾസ് സെയിം ആണ്, സൈഡ്സ് സെയിം ആണ്, ആംഗിളിൽ ഒരു വാല്യൂ മാത്രം not equal to 90 degree and exist in one form, simple cube. Hexagonal ഉണ്ട്, A = B not equal to C. Here alpha = beta = 90 degree, gamma is equal to 120 degree, exist in simple cube. Monoclinic under A not equal to B not equal to C, and what is the value of angles? Alpha = gamma = 90 degree, which is not equal to beta. രണ്ട് formula simple cube n center. And triclinic A not equal to B not equal to C, alpha not equal to beta not equal to gamma, they are not equal to 90 degree, only one form, simple cube. അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്കറിയാം. പക്ഷെ ഇതിന്റെ പാരാമീറ്റേഴ്സ്, ഈ വാല്യൂസ്, ആംഗിളും സൈഡ് തമ്മിലുള്ള ആ ഒരു വാല്യൂസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇതിന്റെ 2 ഡയമെൻഷനിൽ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഒബ്ലിക് ആണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ലിക് ആണ്. ഒബ്ലിക് ഞാനിപ്പോ ഒന്ന് വരച്ചു തരാം. നമ്മളൊരു പാരലോഗ്രാം വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഒബ്ലിക്കിന്റെ ഫിഗർ വരുന്നത്. ഇവിടെ എ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A not equal to B and gamma not equal to 90 degree. ഇതാണ് ഒബ്ലിക് സിസ്റ്റം. അടുത്തത് ഇത് പ്രിമിറ്റീവ് ആണ്. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ കോർണേഴ്സിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ലാറ്റിസ് പോയിന്റ്സ് ഉള്ളൂ. അപ്പോൾ ഒബ്ലിക് പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അടുത്ത 2 ഡയമെൻഷനിൽ വരുന്നത് റെക്ടാങ്കുലർ ആണ്. റെക്ടാങ്കുലർ 2 രീതിയിലും വരും. പ്രിമിറ്റീവ് ഉണ്ട്. പ്രിമിറ്റീവ് വരുമ്പോൾ എന്താണ് നമുക്കറിയാം, ഒരു റെക്ടാങ്കിളില് 4 കോർണേഴ്സിൽ മാത്രമേ ലാറ്റിസ് പോയിന്റ് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് നോൺ പ്രിമിറ്റീവ് ആണ്. അതായത് ഇങ്ങനെ മാത്രമായിരിക്കും, ഒരു റെക്ടാങ്കിളില് കോർണറിൽ ഉണ്ടാകും, 4 കോർണറിലും ഉണ്ടാവും, സെന്ററിലും ലാറ്റിസ് പോയിന്റ്സ് ഉണ്ടാവും. ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യും? റെക്ടാങ്കിൾ ആണെങ്കിൽ 2 സൈഡ് അൺഈക്വൽ, ഗാമ = 90 ഡിഗ്രി. അടുത്തത് മൂന്നാമത്തെ വരുന്നത് സ്ക്വയർ ആണ്. സ്ക്വയർ പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4 സൈഡിൽ മാത്രം, 4 കോർണേഴ്സിൽ മാത്രം ലാറ്റിസ് പോയിന്റ്സ് ഉള്ളൂ. ദാറ്റ് ഈസ് A = B, gamma = 90 degree. And the fourth one in 2-dimensional lattice is hexagonal. Hexagonal 6 സൈഡ് ഉള്ളതാണ്. And okay, here A = B and gamma = 120 degree. അപ്പോൾ സ്ക്വയറും പ്രിമിറ്റീവ് ആണ്, ഹെക്സഗണലും പ്രിമിറ്റീവ് ആണ്, ഒബ്ലിക്കും പ്രിമിറ്റീവ് ആണ്, റെക്ടാങ്കുലർ മാത്രമാണ് 2 സിസ്റ്റം. ഇതാണ് 2 ഡയമെൻഷണൽ ലാറ്റിസ്. അപ്പൊ ഇത് പഠിക്കാനും വരയ്ക്കാനും എളുപ്പമാണ്. അതേപോലെ തന്നെ നിങ്ങൾ 3 ഡയമെൻഷൻ പഠിച്ച പോലെ തന്നെ 2 ഡയമെൻഷൻ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് പാരാമീറ്റർ പഠിച്ചു വെക്കുക. ആംഗിളും സൈഡും തമ്മിലുള്ള റിലേഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ദീസ് ആർ അബൌട്ട് ദ ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഇനി അടുത്ത ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് സിമ്പിൾ ക്യൂബിന്റെ പ്രോപ്പർട്ടീസ് ഇപ്പൊ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിൽ മാത്രമേ ആറ്റംസ് ഉള്ളൂ. അപ്പൊ ഈ സിമ്പിൾ ക്യൂബിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടന്റ് ആണ് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ ഒന്ന്, സിമ്പിൾ ക്യൂബിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 6. Coordination number of a simple cube is 6. Okay. Distance of nearest neighbor. ഇപ്പൊ ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ഇതാണ് 2 തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് എത്ര വരും? A. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് നിയറസ്റ്റ് നെയ്ബർ is equal to A. Distance of second nearest neighbor. ഇത് എല്ലാത്തിനും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബർ ഈക്വൽ ടു √2a. വാല്യൂസ് പഠിച്ചു വെക്കുക. ആറ്റോമിക് റേഡിയസ്, ഒരു സിമ്പിൾ ക്യൂബിന്റെ ആറ്റോമിക് റേഡിയസിന്റെ വാല്യൂ വരുന്നത് a ഈക്വൽ ടു 2r. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിലേഷൻ കിട്ടും. r ഈക്വൽ ടു a/2.
ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻസും ഈ വാല്യൂസും എല്ലാം. ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമ്മൾ എഫക്റ്റീവ് നമ്പർ പഠിച്ചില്ലേ, ഇതൊരു പ്രിമിറ്റീവ് സെല്ലാണ്, ഇതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ക്യാപിറ്റൽ N ആണ് ഇതിന്റെ റെപ്രസെന്റേഷൻ. ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു 1. അതിന്റെ കോർഡിനേറ്റ് എന്താണ്? 0 0 0 ആണ് കോർഡിനേറ്റ് വരുന്നത്. ആൻഡ് അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ തന്നെ വി വിൽ ഡിസ്കസ് അബൌട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 0.52 ആണ് അറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചോളൂ. പൊളോണിയം ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് നെയ്ബറിന്റെ നമ്പർ ആണ്. എത്രയാണ് ഇതിന് നിയറസ്റ്റ് നെയ്ബർ ആയിട്ട് വരുന്ന ആറ്റം? അപ്പോൾ 6 ആണ്. നിയറസ്റ്റ് നെയ്ബർ ഡിസ്റ്റൻസ് A, സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബർ √2a. And what is the relation between R and A? It is R is equal to A by 2. Number of atoms per unit cell is equal to 1. And adinte coordinate 0 0 0. Atomic packing fraction is equal to 0.52. Similarly, we can discuss about the body centered. Important ആണ്. ബോഡി സെന്ററിൽ നമുക്ക് നോക്കാം എന്താണ് ഇതെല്ലാ വാല്യൂസും വരുന്നതെന്ന്. അപ്പോൾ എല്ലാം പഠിച്ചു വയ്ക്കുക. Coordination number of a body center is equal to 8. Distance of nearest neighbor is equal to √3a by 2. Second nearest distance, ഇതെല്ലാം ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് നിയറസ്റ്റ് ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് 2a. റിലേഷൻ ബിറ്റ്വീൻ അറ്റോമിക് റേഡിയസ് ആൻഡ് R is equal to √3a divided by 4. നമ്പർ ഓഫ് യൂണിറ്റ് സെൽ is equal to 2. ഇതിൻ്റെ കോർഡിനേറ്റ്സ് 0 0 0 ആൻഡ് a by 2 a by 2 a by 2. ഇതാണ് ഒരു കോർഡിനേറ്റ്. അപ്പോൾ ഇതിന്റെ കോർഡിനേറ്റ് 0 0 0. രണ്ടാമത്തെ ആറ്റം ഇതാണ്, ഇതിന്റെ കോർഡിനേറ്റ് ആണ് 1/2 1/2 1/2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്ന A എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതിന്റെ റേഡിയസുമായിട്ട് കണക്കാക്കുമ്പോൾ ഉള്ള റിലേഷൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. √3a by 4 എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ അതിന്റെ വാല്യൂ വരുന്നത് atomic packing fraction value is equal to 0.68. Example lithium, sodium, potassium എല്ലാം എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ വാല്യൂസ് സിമ്പിൾ ക്യൂബിന്റെ വാല്യൂസ്, ബോഡി സെന്ററുടെ വാല്യൂസ്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ഫേസ് സെന്റർ. അപ്പോൾ ഇതിന്റെ വാല്യൂസും കൂടി പഠിച്ചു വെക്കുക. വാട്ട് അബൌട്ട് ദി കോർഡിനേഷൻ നമ്പർ ഓഫ് എ ഫേസ് സെന്റർഡ്? Coordination number is equal to 12. Distance of nearest neighbor is equal to a divided by √2. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 8 കോർണേഴ്സിൽ മാത്രമല്ല ഈ 6 ഫേസിലും നമുക്ക് ഓരോ ആറ്റംസ് ഉണ്ട്. അതാണ് ഫേസ് സെന്റേർഡ് എന്ന് പറയുന്നത്. ആൻഡ് second nearest neighbor is equal to a. Relation എഴുതാ R is equal to a divided by √2. Number of atoms per unit cell 4 ആണ്. Atomic packing fraction is equal to 0.74. Example copper ഉണ്ട്, gold ഉണ്ട്, silver ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ 3 ടൈപ്പ് ഓഫ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ക്യൂബിന്റെ വാല്യൂ നോക്കി വയ്ക്കുക. കോർഡിനേഷൻ നമ്പർ 6, നിയറസ്റ്റ് നെയ്ബർ, സെക്കൻഡ് നിയറസ്റ്റ് നെയ്ബർ, റിലേഷൻ ബിറ്റ്വീൻ R ആൻഡ് A, നമ്പർ ഓഫ് യൂണിറ്റ് സെൽ 1, വാട്ട് ഇസ് എ വാല്യൂ ഓഫ് പാക്കിംഗ് ഫ്രാക്ഷൻ 0.52. സിമിലർലി ഫോർ ബോഡി സെന്റേർഡ് ആൻഡ് ഫേസ് സെന്റേർഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ ആണ്, പക്ഷെ എഴുതി പഠിക്കുക.
നെക്സ്റ്റ് ഇസ് അബൌട്ട് ദ മില്ലർ ഇൻഡിസസ്. അപ്പോൾ നമ്മളൊരു ലാറ്റിസ് പ്ലെയിനിലെ ഇൻഡിസസ് മാർക്കിംഗ് ആണ് HKL വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെയാണ് മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. പ്ലെയിൻ കിടക്കുന്ന ഒരു ക്രിസ്റ്റലിലെ ക്രിസ്റ്റലിന്റെ പ്ലെയിൻ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മില്ലർ ഇൻഡിസസ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇന്റർപ്ലാനാർ സ്പേസിംഗ് വരുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു ക്രിസ്റ്റൽ എടുക്കുകയാണ്. ഈ ക്രിസ്റ്റലില് ഇവിടെയൊക്കെ ആറ്റംസ് ആണുള്ളത്. ഇത് ക്രിസ്റ്റലിലെ പ്ലെയിൻ ആണ്. ഇവിടെ ആറ്റംസ് ഉണ്ട്. ഇതും അടുത്തൊരു പ്ലെയിൻ ആണ്, ആറ്റംസ് ഉണ്ട്. അപ്പൊ ഈ ക്രിസ്റ്റലിലെ ഈ രണ്ട് പ്ലെയിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇന്റർപ്ലാനാർ സ്പേസിംഗ്. അപ്പൊ ഇതും ഈ പ്ലെയിനിന്റെ ഇൻഡിസസും തമ്മിലുള്ള റിലേഷൻ ആണ്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത്തരമാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ ഇത്രയും ടോപ്പിക്കിന് മാത്രം വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വി ക്യാൻ ചെക്ക് വിച്ച് ആർ ദ ക്വസ്റ്റ്യൻസ്. ഇത് കഴിഞ്ഞ വർഷത്തെ 2021 ചോദിച്ചിട്ടുള്ള സയന്റിഫിക് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പാക്കിംഗ് ഫ്രാക്ഷൻ ഓഫ് സിമ്പിൾ ക്യൂബ്? 0.68, 0.74, 0.34 and 0.52. സിമ്പിൾ ക്യൂബിന്റെ ഏതാണ്? 0.52. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 0.74 ഏതിന്റെ ആയിരുന്നു? ഇറ്റ് ഈസ് ഫോർ ഫേസ് സെന്റേർഡ് ക്യൂബ്. 0.68 എന്തിന്റെ ആയിരുന്നു? ഇറ്റ് ഈസ് ഫോർ ബോഡി സെന്റേർഡ് ക്യൂബ്. ഓക്കെ, അപ്പൊ ഇത് ഡയറക്റ്റ് ആണ്, പക്ഷെ കഴിഞ്ഞ വർഷത്തെ സയന്റിഫിക് ഓഫീസറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ക്രിസ്റ്റൽ ദാറ്റ് ഹാസ് അയോണിക് ബോണ്ടിങ്. ഓപ്ഷൻ എ ഡയമണ്ട്, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി സോഡിയം ക്ലോറൈഡ് ആൻഡ് ഓപ്ഷൻ ഡി മഗ്നീഷ്യം. ഡയമണ്ട് ഏതായിരുന്നു? ഡയമണ്ട് ഇറ്റ് ഈസ് കൊവാലന്റ് ആണ്. ക്വാർട്സ് എല്ലാം വരുന്നത് കൊവാലന്റ് ആണ് ഡയമണ്ട്. സിലിക്കൺ ഏതാണ്? സിലിക്കണും ജെർമേനിയം എല്ലാം നമ്മൾ പറഞ്ഞു കൊവാലന്റ് ആണ്. ഏത് ഒരു മഗ്നീഷ്യം മെറ്റൽ ആണ്. സോഡിയം ക്ലോറൈഡ് ഇതാണ് നമുക്ക് അയോണിക് ബോണ്ടിങ് വരുന്നത്. ഇതും ലാസ്റ്റ് ഇയർ 2021 സയന്റിഫിക് ഓഫീസറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൂവിംഗ് ടു ദ നെക്സ്റ്റ് വൺ. ഐഡന്റിഫൈ ദ ലാറ്റിസ് റെപ്രസെന്റഡ് ബൈ ദ പ്രിമിറ്റീവ് വെക്ടേഴ്സ്. വെക്ടർ A1 ഈക്വൽ ടു AX ക്യാപ്, A2 ഈക്വൽ ടു AY ക്യാപ്, A3 ഈക്വൽ ടു A/2 X ക്യാപ് പ്ലസ് Y ക്യാപ് പ്ലസ് Z ക്യാപ്. ഇത് ഏത് ക്യൂബിന്റെ ആണ്? അത് സിമ്പിൾ ക്യൂബിന്റെ ആണോ, ബോഡി സെന്റേർഡ് ആണോ, ഫേസ് സെന്റേർഡ് ആണോ, ഹെക്സകളുടെ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇത് ഞാൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരാം. അപ്പൊ പ്രിമിറ്റീവ് വെക്ടർ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഞാൻ ഇവിടെ തന്നെ എഴുതാം. പ്രിമിറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടേഴ്സ്, ഇതും 2021 സയന്റിഫിക് ഓഫീസർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തൊരു ചെറിയ പോർഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നു. 2 വളരെ ഡയറക്റ്റ് ആണ്. ഇത് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഈസി വൺ. അപ്പോൾ നമ്മൾ എടുത്ത ടോപ്പിക് വളരെ ബേസിക് ആണെങ്കിലും 3 ക്വസ്റ്റ്യൻസ് 3 മാർക്കാണ് നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രം ഈ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം, പ്രിമിറ്റീവ് വെക്ടേഴ്സ് ആർ ദി വെക്ടേഴ്സ് ഡ്രോൺ ബിറ്റ്വീൻ നിയറസ്റ്റ് neighboring lattice points. Okay, nearest neighboring lattice points. അതിനെയാണ് പ്രിമിറ്റീവ് വെക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഒരു സിമ്പിൾ ക്യൂബിന്റെ വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ക്യൂബ് ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം കോർണേഴ്സിൽ മാത്രമേ സിമ്പിൾ ക്യൂബിന്റെ ആറ്റംസ് ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് ഞാൻ ഒറിജിൻ എടുക്കുന്നതെങ്കിൽ ഈ ആറ്റത്തിന് ലാറ്റിസ് പോയിന്റിന് നിയറസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ലാറ്റിസ് പോയിന്റ്, ഇവിടെ ഒരു ലാറ്റിസ് പോയിന്റ്, ഇവിടെ ഒരു ലാറ്റിസ് പോയിന്റ്. നോക്കി, ഇതാണ് 3 ലാറ്റിസ് പോയിന്റ്സ്. ഇതാണ് ഞാൻ എടുക്കുന്ന ഒറിജിൻ. ദിസ് ഈസ് മൈ ഒറിജിൻ. ഇതാണ് 3 ലാറ്റിസ് പോയിന്റ്സ്. ഞാൻ വേറൊരു ഇങ്ക് എടുക്കാം. ഓക്കെ, ഇപ്പൊ നോക്കി, ഞാൻ ഇതിന് A1 എന്ന് പേര് കൊടുക്കുന്നു. ദിസ് ഈസ് A2 ആൻഡ് ദിസ് ഈസ് A3. അപ്പൊ റിലേഷൻ എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്താണ്? A ആണെന്നറിയാം. അപ്പൊ A1 എന്താണ്? A ഏത് ഡയറക്ഷന്? X ക്യാപ്. A2 എന്താണ്? A Y ക്യാപ്. A3 ഏതാണ്? A Z ക്യാപ്. ഇത് സിമ്പിൾ ക്യൂബിന്റെ പ്രിമിറ്റീവ് വെക്ടേഴ്സിന്റെ ഇക്വേഷനാണ്. ഓക്കെ, സിമിലർലി നമുക്ക് BCC ബോഡി സെന്റേർഡ് ക്യൂബ് നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബോഡി സെന്റേർഡ് വരയ്ക്കാം.
BCC സ്ട്രക്ചർ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ബോഡി സെന്ററിലും ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, ഈ 4 കോർണേഴ്സിലും ആറ്റം ഉണ്ട്. ഈ 4 കോർണേഴ്സിലും ലാറ്റിസ് പോയിന്റ്സ് ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അതിന് സിമെട്രിക് സെറ്റ് എന്ന് പറയും. ഞാനിപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ആറ്റമാണ് ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. സോ ഞാൻ വേറൊരു കളർ ഇപ്പം എടുക്കാം. ഓക്കെ, സോ ഹിയർ ഐ ആം ഡ്രോയിങ്. ഇത് തമ്മിലുള്ളത് ഞാൻ A2 എന്നെടുക്കുകയാണ്. ഈ തമ്മിലുള്ളത് ഞാൻ A1 എന്നെടുക്കുകയാണ്. അത് ഈ ബോഡി സെന്റർ നടുക്കുള്ളത് ഞാൻ A3 എന്നെടുക്കാം. അപ്പോൾ ഇതാണ് 3 വെക്ടർ വരുന്നത്. അപ്പോൾ A1 ഏത് ഡയറക്ഷനിലാണ്? A1 x ആക്സിസിലാണ്. സോ A1 ഈക്വൽ ടു AX ക്യാപ്. A2 ഈക്വൽ ടു ഇതാണ് y ഡയറക്ഷൻ, AY ക്യാപ്. A3യുടെ പോയിന്റ് എന്താണ്? നമ്മൾ ആ ഒരു കോർഡിനേറ്റ് എഴുതിയപ്പോൾ ഞാൻ എഴുതിയിരുന്നതാണ്. ബോഡി സെന്ററിൽ നടുക്കുള്ള ഇതിന്റെ കോർഡിനേറ്റ് എന്താണ്? 1/2 1/2 1/2 അല്ലേ? അപ്പോൾ A3 എത്ര വരും? A3 is equal to A/2 x ക്യാപ്പ് പ്ലസ് y ക്യാപ്പ് പ്ലസ് z ക്യാപ്പ്. ഇതാണ് നമ്മുടെ ബോഡി സെന്ററിന്റെ പ്രിമിറ്റീവ് വെക്ടർ. അപ്പൊ ഇതിൽ തന്നെ മറ്റൊരു സിമെട്രിക് സെറ്റും കൂടി വരും. ആ സിമെട്രിക് സെറ്റിന്റെ ഫിഗർ ഞാൻ വരച്ചു തരാം. അതിന്റെ കാൽക്കുലേഷൻ ഇതേപോലെ തന്നെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് വരയ്ക്കുന്നതാണ്. അതായത് നമ്മളിവിടെ എടുക്കുന്നത്, ഇപ്പോൾ ഞാൻ ബോഡി സെന്റർ വരയ്ക്കാം. ഇപ്പൊ ഞാൻ ഇതാണല്ലോ ഇവിടുത്തെ ഒറിജിൻ ആയിട്ട് എടുത്തത്. അപ്പൊ ഒറിജിൻ ഞാൻ മാറ്റുമ്പോൾ നമുക്ക് വേറൊരു സിമെട്രിക് സെറ്റും കൂടി കിട്ടും. ഈ നടുക്കുള്ളതാണ് ഞാൻ ഒറിജിൻ ആയിട്ട് എടുത്തത്. ഇത് ഒറിജിൻ ആയിട്ട് എടുത്തിട്ട് ഇത് ഒരു നിയറസ്റ്റ് നെയ്ബർ, ഇത് ഒരു നിയറസ്റ്റ് നെയ്ബർ, ഇത് ഒരു നിയറസ്റ്റ് നെയ്ബർ. അപ്പോൾ A1 A2 A3 ഈ രീതിയിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ വാല്യൂ കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. ഹിയർ A1 ഈക്വൽ ടു A/2 y ക്യാപ് പ്ലസ് z ക്യാപ് മൈനസ് x ക്യാപ്. A2 ഈക്വൽ ടു A/2 x ക്യാപ് z ക്യാപ് പ്ലസ് x ക്യാപ് മൈനസ് y ക്യാപ്. ഇത് സൈക്ലിക് ആയിട്ട് പോകുന്നുള്ളൂ, നോക്കിയാൽ മതി. A3 ഈക്വൽ ടു A/2 x ക്യാപ് പ്ലസ് y ക്യാപ് മൈനസ് z ക്യാപ്. ഇതാണ് നമ്മുടെ BCCയുടെ പ്രിമിറ്റീവ് വെക്ടർ വരുന്നത്. ഇനി FCCയുടെ പ്രിമിറ്റീവ് വെക്ടറിന്റെ വാല്യൂ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. FCCയുടെ പ്രിമിറ്റീവ് വെക്ടർ ഇറ്റ് ഈസ് വെക്ടർ A1 ഈക്വൽ ടു A/2 y ക്യാപ് പ്ലസ് z ക്യാപ്. A2 ഈക്വൽ ടു A/2 z ക്യാപ് പ്ലസ് x ക്യാപ് and A3 ഈക്വൽ ടു A/2 x ക്യാപ് പ്ലസ് y ക്യാപ്. ഇതാണ് നമ്മുടെ പ്രിമിറ്റീവ് വെക്ടേഴ്സ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? AX ക്യാപ് AY ക്യാപ്. ഇത് ഏതിന്റെയാണ്? ഓക്കെ, ബോഡി സെന്റർ ആയിരുന്നില്ലേ? സോ നമ്മുടെ ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, ബോഡി സെന്റർ. ഇത് വന്ന രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് ബോഡി സെന്ററിൽ മാത്രം ഒരു സിമെട്രിക് സെറ്റ് ഉണ്ടാവും. നമുക്ക് ഒറിജിൻ ഏത് വേണമെങ്കിലും മാറ്റി വെക്കാം. അതുകൊണ്ടാണ്, അതായത് ഈ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കോർണറിലുള്ള ഒറിജിൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഈ ഒരു വാല്യൂ ആണ് നമുക്ക് സിമെട്രിക് പ്രിമിറ്റീവ് വെക്ടേഴ്സ് ആയിട്ട് വരിക. അതെല്ലാം നമ്മൾ ഈ ബോഡി സെന്ററിൽ നടുക്കിരിക്കുന്നതാണ് നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സിമെട്രിക് സെറ്റ് ആണ് വരുന്നത്. ബോഡി സെന്ററിൽ മാത്രമാണ് അങ്ങനെ വരിക. ബാക്കിയുള്ളതിനുള്ള പ്രിമിറ്റീവ് വെക്ടേഴ്സ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് തവണ നടന്ന സയന്റിഫിക് ഓഫീസറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിൽ നിന്ന് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. Okay, let us discuss one more question. Calculate the density 100. ഇതാണ് നമ്മുടെ HKL മില്ലർ ഇൻഡിസസിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. ഇതാണ് HKL പ്ലെയിൻ ഇൻ സിമ്പിൾ ക്യൂബ്. അപ്പൊ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു റോയാണ് ഡെൻസിറ്റിയുടെ സിമ്പിൾ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഇന്റർപ്ലാനർ സ്പേസിംഗ് D ഡിവൈഡഡ് ബൈ A ക്യൂബ്. ഇതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ക്യൂബ് ആണ്. ഇറ്റ് ഈസ്
2.5 ആംസ്ട്രോങ് ആണ് എ തന്നിട്ടുള്ളത്. അപ്പോൾ ഡി നമുക്കറിയില്ല. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? റോ ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ എ ക്യൂബ്. എ തന്നിട്ടുണ്ട്, ഡി കണ്ടുപിടിക്കണം. വാട്ട് ഈസ് എ റിലേഷൻ? ഡി ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. എച്ച് കെ എൽ നമുക്ക് തന്നിട്ടുണ്ട് 100. സിമ്പിൾ ക്യൂബ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു എത്രയാണ്? 2.5 ആംസ്ട്രോങ്. പക്ഷെ ഈ ഒരു വാല്യൂല് കെയും എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വി ഗെറ്റ്? ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ചിന്റെ വാല്യൂ എത്രയാണ്? 1/a² എന്ന് മാത്രമാവും. സോ ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു എ വരും. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു എ വരും. അപ്പൊ ഇവിടെ നമുക്ക് വി ഗെറ്റ് rho is equal to a by a cube, that is 1/a². Now we can substitute the value. It is 2.5 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 whole square. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.6 into 10⁻19 per meter square. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. So option A is our correct answer. അപ്പോൾ ഇതിനകത്ത് വളരെ ഡയറക്റ്റ് ആണ്, നമ്മൾ സിമ്പിൾ ക്യൂബ് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, one more question. Find the Miller indices for the plane 3A, 3B, 2C. അപ്പോൾ മില്ലർ ഇൻഡിസസ് പ്ലെയിൻ തന്നിട്ടുണ്ട്, അതിന് മില്ലർ ഇൻഡിസസ് കാണാനായിട്ടാണ്. അപ്പോൾ ഇതിന് ഓരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ തന്നിരിക്കുന്ന ഏതാണ്? 3A, 3B, 2C. ഇതാണ് നമ്മുടെ പ്ലെയിൻ. പ്ലെയിൻ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് റെസിപ്രോക്കൽ. തന്നിരിക്കുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽസ് എടുക്കുക. സോ എന്ത് വരും? 1/3, 1/3 and 1/2. ആൻഡ് സ്റ്റെപ്പ് 2 is multiply by its LCM. സോ എത്ര വരും? 6 ആണ് LCM. സോ 6 into 1/3, 6 into 1/3, 6 into 1/2. What we get? 2, 2, 3. ഇതാണ് നമുക്ക് കിട്ടുന്ന മില്ലർ ഇൻഡിസസ്. അപ്പോൾ 2, 2, 3 എന്ന് പറഞ്ഞാൽ സി ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പ്ലെയിൻ തന്നു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുക, LCM വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, then we get the മില്ലർ ഇൻഡിസസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയൊരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് തിയറിയും ആ തിയറിയിൽ നിന്ന് വരുന്ന പ്രോബ്ലംസും നമ്മൾ ഈ ഒരു കോച്ചിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് വേണ്ടവർക്ക് നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ആസ്ക് ദ ഡൗട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സെക്യൂർ എ ഗുഡ് റാങ്ക് ഇൻ ദി സയന്റിഫിക് ഓഫീസർ എക്സാമിനേഷൻ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു പോർഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ പോർഷനും ചെറുതായിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ട. ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് ആർ ഇമ്പോർട്ടൻറ്റ്. നല്ല രീതിയിൽ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.